പ്രിയ സഹോദരൻ ജീവവും പ്രിയ സഹോദരി ജെമിയുമായി ഇവിടെ കടന്നു വന്നിരിക്കുന്നു. ഇവർ ചാർച്ചക്കാരിൽ നിന്ന് ഒരു വിവാഹം എടുത്തിരിക്കുകയാണ്. അതായത് ഒരു കുടുംബത്തിൽ നിന്നും തന്നെയാണ് ഒരു വിവാഹം എടുത്തിരിക്കുന്നത്. ആ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭവനം അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയാകുന്ന കുടുംബത്തിൽ നിന്ന്. ഇവർ രണ്ടുപേരും ഒരേ പ്രമാണത്തിന്റെ കീഴിലുള്ളവരാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു, തുടർന്ന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് അപ്പോസ്തലികമായ ഉപദേശ സത്യങ്ങളെ പൂർണ്ണമായി അനുസരിച്ച് ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കുകയും അന്മരക്ഷകനായ യേശു മണവാളനായി വെളിപ്പെടുമ്പോൾ ആ യേശുവിനെ എതിരേൽക്കണം എന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടെ ജീവിക്കുന്നവരാണ് ഇവർ. ആകയാൽ അതേ കുടുംബത്തിലെ അംഗങ്ങളായി ആണ് എന്നുള്ളത് നാം മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ എലിയാസറിനെ അബ്രഹാം അയക്കുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്: കനാന്യ കന്യകമാരിൽ നിന്ന് നീ എനിക്കൊരു ഭാര്യ എടുക്കരുത്, നീ ഒരു മകന് ഒരു ഭാര്യ എടുക്കരുത്, പിന്നെ ചർച്ചക്കാരുടെ അടുക്കലേക്ക് നീ പോകണം. പക്ഷേ ആ കാര്യം പറഞ്ഞപ്പോൾ എലിയാസർ ആകുന്ന ഭൃത്യന് വലിയൊരു സംശയം. ചിലപ്പോൾ ഈ കന്യക എന്റെ കൂടെ വന്നില്ലെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നിന്റെ മകനെ നീ വിട്ടിട്ട് പോകുന്നതായ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമോ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം തന്നോട് പറഞ്ഞു, അതൊരിക്കലും മടക്കി കൊണ്ടുപോകാതിരിക്കുവാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. അപ്പോൾ പ്രിയമുള്ളവരെ, വിട്ടുപോകുന്നതിലേക്ക് മടങ്ങിപ്പോകുവാനുള്ളവരല്ലെന്ന, അതായത് ഒരു കാലത്ത് രക്ഷയുടെ സന്ദേശം അറിയാത്തവരായി, ദൈവത്തിന്റെ കൃപ അനുഭവിക്കാത്തവരായി ജീവിച്ചവരായി, എന്നാൽ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ തിരഞ്ഞെടുപ്പിന് ഒത്തുവണ്ണം ദൈവത്തിന്റെ ഭവനക്കാരായി തന്നെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നതായ ഒരു കൂട്ടം വിശുദ്ധന്മാരുടെ ഗണത്തിലാണ് തിരുസഭ അല്ലെങ്കിൽ കാന്ത അല്ലെങ്കിൽ മണവാട്ടി എന്നൊക്കെ പറയുന്നത്. നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു കേട്ടു, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ കാന്തയ്ക്ക് ഒരു ഒരുക്കം ആവശ്യമാണ്. കുഞ്ഞാട് ഇപ്പോൾ ചിലത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കുഞ്ഞാട് ഒരുക്കുന്നത്? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഈ കുഞ്ഞാടാകുന്ന ക്രിസ്തു ഈ പ്രകാരം പറഞ്ഞിട്ടുണ്ട്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. പോയി സ്ഥലം ഒരുക്കിയിട്ട് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരു ഭവനം ഒരുക്കിയിട്ട് ചേർക്കുവാൻ വരും. ആരെ ചേർക്കാനാണ് യേശു വരുന്നത്? ഇപ്പോൾ നാം 45-ാം സങ്കീർത്തനത്തിൽ ഒരു വേദഭാഗം വായിച്ചു കേട്ടു. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുക. അവളെ പൊൻകസവ് കൊണ്ടുള്ള വസ്ത്രം ധരിപ്പിച്ച് ചിത്രകയുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഒരു പൊൻകസവ് കൊണ്ടുള്ള വസ്ത്രം, ചിത്രകയുള്ള വസ്ത്രം ധരിച്ച രാജസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം യോഗ്യരായി തീരുന്ന ഒരു കാന്ത. പാട്ടുകാരൻ ഇപ്രകാരം പാടിയിട്ടുണ്ട്. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ ഒരു കാര്യം: പരിപൂർണയായ കാന്തേ, നിന്നിൽ സൗരഭ്യമുണ്ടോ എന്നു നോക്കിടുക. പരിപൂർണയായ കാന്തേ, നിന്നിൽ സൗരഭ്യമുണ്ടോ എന്നു നോക്കിടുക. സൗരഭ്യം വീശിടുന്ന തൻ സഭയെ കാന്തൻ മേഘത്തിൽ കൊണ്ടുപോകും സത്യം തന്നെ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശോഭ പരിപൂർണയായി സൗരഭ്യം വീശി നിൽക്കുന്ന തന്റെ സഭയാകുന്ന കാന്തയെ മേഘത്തിൽ കൊണ്ടുപോകുവാനുള്ള ദിവസങ്ങൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു അക്ഷരികമായ വിവാഹം നടക്കുന്നു. എന്നാൽ താമസമേന നിത്യമായ ഒരു വിവാഹം നടക്കുവാൻ പോവുകയാണ്. ആ വിവാഹം ആരൊക്കെയുള്ളത്? ആരുമായിട്ടുള്ളത്? കർത്താവായ യേശു ക്രിസ്തു തന്റെ തിരുസഭയുമായി. തിരുസഭ എന്ന് പറയുമ്പോൾ ആരാണ്? ലോകത്തിലെ മനുഷ്യരെല്ലാവരും കൂടി ചേർന്നതാണോ? ഇല്ല, ഒരിക്കലുമല്ല. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ലോകത്തിൽ ജനിക്കുമ്പോൾ പാപിയായി ജനിക്കും. തുടർന്ന് ജന്മനാ പാപിയായി ജനിക്കുന്ന മനുഷ്യൻ പാപത്തിൽ തന്റെ കർമ്മപാപങ്ങളാൽ മനുഷ്യൻ വർദ്ധിച്ച് പാപത്തിന് അധീനരായി ജീവിക്കും. എന്നാൽ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട്
കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജീവിതം ശുദ്ധമാക്കപ്പെട്ടവരാണ് കർത്താവിന്റെ തിരുസഭ എന്ന് പറയും. അതാണ് ഒന്നാമതായിട്ട് പറഞ്ഞത് മാനസാന്തരം എന്ന് പറയും. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം നിനക്ക് കാണുവാൻ കഴിയുകയില്ല. അതായത് പാപിയായ ഒരു മനുഷ്യൻ പാപത്തെ മനസ്സിലാക്കിക്കൊണ്ട് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ യേശുവിൽ വിശ്വസിച്ച് കർത്താവിന്റെ സന്നിധിയിൽ തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവമാണ് ഒരു മനുഷ്യനെ ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ കൊണ്ടുവരുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. അപ്രകാരം ഒന്നാമതായി ദൈവമക്കളായി തീരുവാനുള്ള അധികാരം നമ്മൾ പ്രാപിച്ചിരിക്കണം. നാം ആ അധികാരം പ്രാപിക്കാതെ ഒരിക്കലും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. തുടർന്ന് ക്രിസ്തുവിനോട് നാം ചേരേണ്ടതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? യേശു 5-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ നിനക്ക് കഴിയുകയില്ല. കാണുന്നത് ഒരു ഭാഗമാണ്, കടക്കുന്നത് മറ്റൊരു ഭാഗമാണ്. കടക്കുന്നതാണ് പ്രധാനം. ദൈവത്തിന് സ്തോത്രം. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ഭവനങ്ങളൊക്കെ നമ്മൾക്ക് പണിയാറുണ്ട്. നാം ഭവനങ്ങൾ പണിതാൽ ചിലപ്പോൾ ചിലരൊക്കെ അകത്തൊക്കെ കടന്നാലും അതിന്റെ അവകാശികളായി തീരുന്നത് ഭവനത്തിലുള്ളവരാണ്. ഇല്ലാതെ ചിലപ്പോൾ ഗസ്റ്റുകളായിട്ട് വരാറുണ്ട്. വന്നിട്ട് അവർ അതിന്റെ വഴിക്ക് പോകും. അവർക്ക് കാണാം മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് മാത്രം അതിലെ സന്തോഷം അനുഭവിക്കാം. പക്ഷേ ഒരു ഭവനം പണിതാൽ ഭവനത്തിലുള്ളവർ അധികം സമയം അതിൽ വസിച്ച് അവർ അതിൽ പാർത്തുകൊണ്ട് അവർ ജീവിതകാലം കഴിക്കും. ഇതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, സ്വർഗരാജ്യത്തിന് വേണ്ടി നാം ഒരുക്കപ്പെടുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ സൃഷ്ടിവേദിയ അനുഭവങ്ങളെ പ്രാപിക്കുവാൻ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാം. ഇന്ന് ക്രിസ്തീയ ലോകത്തിലും ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്നാനം എന്നൊരു സത്യം മാറ്റിക്കൂടാത്തതായ സത്യമാണ്. അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തു തന്റെ 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ ചെന്ന് യോഹന്നാനാകുന്ന യേശുവിന് പാതയൊരുക്കുവാൻ വന്നതായ സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാനിടയായി. തൽഫലമായിട്ട് യേശു പറയുന്നു, ഇപ്പോൾ സമ്മതിക്കണം, നീ ഇത് ഇങ്ങനെ സകല നീതി നിവർത്തിക്കണം. എന്തിനു വേണ്ടി? നാം ആ കാഴ്ചയോടെ പിൻപറ്റി യേശുവിനെ പോയതായ പാതകൾ കൂടെ കടന്നു പോകുന്നതിന് വേണ്ടി കർത്താവ് ആ മാതൃക കാണിച്ചു തന്നു. അതുപോലെ മാനസാന്തരപ്പെടുന്നവർ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്കാണ് സ്നാനം. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരെങ്കിലും ഈ മാനസാന്തരപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റിട്ടില്ല എങ്കിൽ ഇന്ന് ഈ പകൽക്കാലം ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത് ആ ഈ സ്നാനമാകുന്ന മാറ്റിക്കൂടാത്ത ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനത്തിന് കീഴ്പ്പെടുക. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുന്നു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയും. ആത്മാവിനാലുള്ള ജനനം അത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം. ഞാൻ പോയിട്ട് കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. തൽഫലമായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ യെരൂശലേമിൽ നിന്ന് തന്നെ കാത്തിരിക്കണം. അതിനൊത്തവണ്ണം അതിൽ വിശ്വസിച്ച ഒരു 120 പേരുടെ ചെറിയ സമൂഹം അന്ന് യെരൂശലേമിലെ സെഹിയോൻ മാളിക മുറിയിൽ അവർ കാത്തിരുന്നു. അന്ന് ഒരു വലിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അവർ അന്യഭാഷകൾ സംസാരിച്ചു. അവരിരുന്നതായ സ്ഥലം കുലുങ്ങി. ആ അനുഭവം കണ്ടപ്പോൾ ഒരു കൂട്ടം പേർ യെരൂശലേമിൽ നിന്ന് വന്നുകൂടി. അവർ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഈ അനുഭവം പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യവുമായിട്ടാണ് അവിടെ അവർ നിന്നത്. അതുമായതുപോലെ ഈ അനുഭവം പ്രാപിക്കണം. എന്തിനു വേണ്ടി? ക്രിസ്തുവിന്റെ കാന്തയായി തീരണമെങ്കിൽ. പിന്നെ അതിനുശേഷമായി കർത്താവായ യേശു ക്രിസ്തു രക്തം കൊടുത്ത് വില നൽകി വീണ്ടെടുത്ത ഒരു കൂട്ടം ഒരു സഭയുണ്ട്. അപ്പോസ്തലന്മാരുടെ മക്കളെ ഏൽപ്പിച്ചു. യേശു കർത്താവ് പത്രോസിനോട് പറയുന്നു, പത്രോസേ, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദൈവത്തിന്റെ സഭയ്ക്ക് ആദ്യകാലങ്ങളിൽ അനേക പീഡകൾ കഷ്ടങ്ങൾ ഉണ്ടായി. എന്നാൽ പാതാള ഗോപുരങ്ങൾ ജയിക്കാത്തതായി ദൈവത്തിന്റെ സഭ ഇന്ന് ശക്തിയോടെ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എത്ര വേഗത്തിലും ഈ സഭയിൽ നിന്ന് ഒരു കൂട്ടം വിശുദ്ധന്മാരുടെ ഗണം പറന്നുയരുവാൻ പോവുകയാണ്. ആ കൂട്ടത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും കാണപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും.
അതിനുവേണ്ടി ദൈവത്തിന്റെ തിരുവചന ശ്രദ്ധകൾ അനുസരിക്കാത്തവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലോ നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് അതിനുശേഷം പരിശുദ്ധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ സഭയോട് ഐക്യപ്പെട്ട് അപ്പോസ്തലികമായ ഉപദേശ സത്യങ്ങളെ നിങ്ങൾ സ്വീകരിച്ച ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം ചെയ്യുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ കർത്താവിന്റെ കാന്തയായി തീരുവാൻ പോവുകയാണ്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയിൽ തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നാം എല്ലാവരും ആ നിത്യ വിവാഹത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെയും ഇന്ന് ഈ പകൽക്കാലം ഈ ശുശ്രൂഷയിൽ കൂടെ ഒരു കുടുംബമായി തീരുവാൻ പോകുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം സകല അനുഗ്രഹങ്ങളും ദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ പോവുകയാണ്. ഈ വിവാഹത്തോടുള്ള കാര്യത്തിൽ ഇവിടെ കിടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതുവരെ കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച്, കർത്താവിൻ്റെ കാന്തയായി തീരുന്നതിനെ സംബന്ധിച്ച് ദൈവജനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ഒരു നെടിലായ വിവാഹം ഇവിടെ നടക്കുമ്പോൾ ഒരു പൊരുളായ വിവാഹമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി. ആ പൊരുളായ വിവാഹത്തെ കുറിച്ചാണ് ദൈവജനത്തിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ആ നിത്യവിവാഹത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഇവിടെ കൂടപ്പെട്ട ഏവർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ പോവുകയാണ്. അവരെ കൂടി യോജിപ്പിക്കുവാൻ സമയമായിരിക്കും. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് കൂട്ടി യോജിപ്പിച്ച് ഒന്നാക്കി ഒരു കുടുംബമാക്കി അവരെ അനുഗ്രഹിക്കും. ഏതെങ്കിലും ആദാമിനെയും പൂവായും അനുഗ്രഹിച്ച് ഒന്നാക്കി തീർത്ത കർത്താവ് ഈ സഭയാകുന്ന തോട്ടത്തിൽ ഇറങ്ങി വന്നു. നമ്മുടെ
പ്രിയ കുഞ്ഞുങ്ങളെ കരം പിടിച്ച് കൂട്ടിയോജിപ്പിച്ച് അനുഗ്രഹിച്ച് ഒരു കുടുംബമാക്കി തീർക്കണം. അതിനായി ഇവരെ സ്നേഹിക്കുന്ന എല്ലാവരും ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ. സ്വർഗീയ പിതാവേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ നിങ്ങളുടെ വിവാഹത്തെ ഞങ്ങൾ നടത്തുവാൻ തോന്നുന്നു. കർത്താവേ, നീ അവരെ കൊണ്ട് യോജിപ്പിച്ച് ഒന്നാക്കി തീർക്കണമേ. നീ അവരെ അനുഗ്രഹിക്കും. അവർ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ദൈവത്തിനും മനുഷ്യർക്കും ഇരു കുടുംബങ്ങൾക്കും അനുഗ്രഹമായിരിക്കും. സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സലാം. സ്തോത്രം 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 സ്തോത്രം. അവിടെ നിന്ന് നാമത്തെ അനുഗ്രഹിക്കണമേ. താഴെ നാമം ഓർക്കപ്പെട്ടമേ. യേശുവിന്റെ നാമം. ആമേൻ. സ്തോത്രം. ജനിതമെന്നെ ഇന്നു മുതൽ എൻ്റെ വിവാഹകാരിയായി സ്നേഹിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും താഴ്ചയിലും ഉയർച്ചയിലും സമ്പത്തിലും അവസ്ഥയിലും എന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് ചെയ്യേണ്ട എല്ലാ കടമകളും ചെയ്തുകൊള്ളാമെന്നും നമുക്ക് ചെയ്യേണ്ട എല്ലാ കടമകളും ചെയ്തുകൊള്ളാമെന്നും പിതാവില്ലാതെ നാം തമ്മിൽ വേർതിരിക്കുകയില്ലായിരിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് വാഗ്ദത്തം ചെയ്തു. സ്വർഗോരാമേ